ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ അമ്മമാരുടെയും ഒരു പരാതിയായിരിക്കും കുട്ടികൾ ഇലക്കറികളൊന്നും കഴിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും അത് സക്സസ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടുള്ള ഒരു കട്ട്ലൈറ്റ് ആണ്. അതിനുവേണ്ടി ഇത്രയും ചീര ഞാൻ നന്നായി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ്, പിന്നെ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ബ്രെഡ് ക്രംസ്. ഇത്രയാണ് വേണ്ടത്. ആദ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതായത് നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചീര ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ചീരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പിന്നെ വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച ചീരയും ഉരുളക്കിഴങ്ങും കൈകൊണ്ട് ഓരോ ബോളാക്കി മാറ്റി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 12 എണ്ണം ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊടിയാണ്ട് കിട്ടും, കുറച്ച് ഇതൊന്ന് കട്ടിയായി കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിട്ട് വറുത്തെടുക്കണം. അധികം ഇടണ്ട, ഒരു 2-3 എണ്ണമൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാം. പൊടിഞ്ഞു പോവൊന്നുമില്ല, നന്നായിട്ട് ഇത് കിട്ടും. അപ്പം നമ്മുടെ വെറൈറ്റി കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ടും വരാം. ബൈ.